അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഉസ്താദ് മൗലാന നജീബ് മൗലവി ഉസ്താദ് അവറുകൾ ഇവിടെ ഒരു ഫത്വ നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ യഥാസ്ഥിതി എന്താണെന്ന് സുന്നി കേരളിക്ക് വ്യക്തമായിട്ടറിയാം. അതിന് അർഹനാണ് അദ്ദേഹമെന്നും അദ്ദേഹം കൊടുക്കുന്ന ഫത്വകൾ അത് സർവ സ്വീകാര്യമാണെന്നും എല്ലാവരും സമ്മതിക്കും. ഇപ്പോൾ ഇവിടെ ഒരു വിഭാഗം തെരീക്കത്തിൻ്റെ ആൾക്കാർ, കള്ളത്തെരീക്കത്തിൻ്റെ ആൾക്കാർ, അവരിവിടെ ഇസ്ലാമിൽ നിഷിദ്ധമായ പല കാര്യങ്ങളും അത് സൂഫിയാക്കളുടെ മുമ്പിൽ വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഫത്വ ഇറക്കിയപ്പോൾ സൂഫിയാക്കൾക്കൊരു നിയമവും അല്ലാത്തവർക്കൊരു നിയമവും എന്നൊന്നും ഇസ്ലാമിലില്ല എന്ന് വ്യക്തവും ശക്തവുമായിട്ട് അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. ഇനി ഷെയ്ഖിൻ്റെ ഒരു സൂഫിൻ്റെ അടുക്കൽ കൈകൊട്ടിപ്പാടലും എന്നതുപോലെ തന്നെ ഹാർമോണിയം, വീണ ഇതൊക്കെ വായിക്കാൻ പറ്റും, അത് നമ്മളെടുത്ത് പറ്റൂല അവരെടുത്ത് പറ്റും എന്നൊക്കെ ഈ കുരുവട്ടൂർ തെരീക്കത്തിൽപ്പെട്ട ആളുകൾ, നൗസാദ് ഹസനിനെ പോലത്തെ ഈ വിവരദോഷികൾ ഇവിടെ പ്രചരിപ്പിക്കുമ്പോൾ അത് ദീനുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് അദ്ദേഹം വളരെയധികം ഏറ്റവും വലിയ പ്രമാണമായ 4 മദ്ഹബിൻ്റെയും ഇജ്മാ ഉദ്ധരിച്ചുകൊണ്ട് സ്ഥിരീകരിച്ച സംഗതിയാണ്. എന്നിട്ട് നൗസാദ് പറയുന്നുണ്ട്, എന്ത് നജീബ് മൗലവി അവിടെ പറഞ്ഞത് അത് അയാളുടെ അഭിപ്രായമാണ്, അയാളുടെ അഭിപ്രായം അയാൾക്ക് ആരാണ് അംഗീകരിക്കുന്നത് എന്നുള്ള നിലക്ക് അദ്ദേഹം ബഹുമാനപ്പെട്ട നജീബ് ഉസ്താദ് അവറുകൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞല്ലോ. ഓരോരുത്തരുടെ സ്വയം അഭിപ്രായം പറയുമ്പോഴല്ല അദ്ദേഹം പറഞ്ഞതാണ് 4 മദ്ഹബിൻ്റെയും ഇജ്മാ ആണെന്ന. ഇജ്മാ പ്രമാണമല്ലേ? പരിശുദ്ധമായ ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ് ഇങ്ങനെയാണ് പ്രമാണങ്ങൾ ഇവിടെ സുന്നികൾ പറയാറുള്ളത്. കാരണം വട്ടൂരികൾക്ക് ഇതൊന്നും പ്രമാണമല്ലാതായിട്ടുണ്ടാവും. കാരണം എന്താണ്, എന്ത് പ്രമാണം നോക്കേണ്ട ആവശ്യം എന്താണ്? കാരണം ശരീഅത്തിൻ്റെ നിയമം തന്നെ ഇവർ അനുസരിക്കണില്ലല്ലോ. ഈബത്തും നമീമത്തും അവരെ ശത്രുക്കളായ ഈ വിഭാഗത്തിനെതിരെ ആണെങ്കിൽ പോലും അവിടെ നിന്ന് പഠിച്ച് വളർന്ന് അവിടുത്തെ നല്ല ഒരു കാലം മുഴുവനും അവിടുത്തെ ചോറും കറിയും നല്ല നല്ല ഭക്ഷണങ്ങളും ഫുഡും ഒക്കെ തിന്ന് അവരെ ഉസ്താദുമാരിൽ നിന്ന് പഠിച്ച് പക്വതയിലെത്തിയപ്പം എന്ത് ചെയ്തു? അവസാനം ഇപ്പോൾ അവരൊന്നിനും കൊള്ളരുതാത്തവർ, ഇവരുടെ ശരീരത്തിൽ ഓടുന്ന രക്തവും അവരെ മാംസവും മജ്ജയും ഒക്കെ അവിടെ നിന്നുണ്ടായതല്ലേ? ഈ എപി ഭാഗത്തു നിന്ന് പഠിച്ച് അതിൽ തന്നെ ഉണ്ടായതാണല്ലോ. പിന്നെ തിരിഞ്ഞ് കൊത്തല്ലേ ചെയ്യണത്. ഈ കൊത്തല് ഇവർക്ക് എന്താണ് പറയേണ്ടത് എന്ന് ഇവിടെ പിടിപാടില്ലാതെ വന്നപ്പോഴാണ് ഇവരിങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നജീബ് ഉസ്താദ് വ്യക്തികളെ പറഞ്ഞുകൊണ്ടല്ല, ഇവരെ ആ ഉപകരണങ്ങളുടെ വിധി അത് എല്ലാവർക്കും ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അല്ലാതെ പണ്ഡിതനൊരു വിധിയും എന്നപോലെ പാമരന് വേറൊരു വിധി, അങ്ങനൊരു വിധി ഷറയിൽ ഞാനിതുവരെ പറയുന്നത് കേട്ടിട്ടില്ല. ഇവർ പറയുന്നത് കേട്ടാൽ എന്താണ് പറയുക, പണ്ഡിതന്മാർക്ക് വേറെ നിയമം, അത് ജദ്ബിൻ്റെ ഹാലിൽ എത്തിയാൽ അവർക്ക് ഷറയ്യ കീർത്തനമല്ല. അത് അദ്ദേഹം വളരെയധികം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ അദ്ദേഹം മൗലാന നജീബ് ഉസ്താദ് നടത്തുന്ന നേർക്കുനേർ പരിപാടി, മുഹിയുദ്ദീൻമാല എന്ന് പറയുന്ന നേർക്കുനേർ പരിപാടി കേട്ടാൽ ഏത് ചെറിയ ബുദ്ധിയില്ലാത്ത ഈ കുരുവട്ടൂരികളാകണ്ട ഏത് കൂട്ടർക്കും അറിയും. എന്നാൽ ഈ പറഞ്ഞ നജീബ് ഉസ്താദ് പറഞ്ഞ ആ വാദം, ആ പറഞ്ഞ സംഗതികൾ ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടതാണെന്നൊക്കെ പറയലോട് കൂടെ തന്നെ അദ്ദേഹം ഇവിടെ കുരുവട്ടൂരികളെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചിട്ടൊന്നുമില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ കൂടെ തമ്പനയിൽ കോമാട്ടുചാലിൽ അള്ളാന്ന് അങ്ങനെയൊക്കെ ഈ തമ്പന വെച്ച് കൊടുക്കുന്നത് അത് നജീബ് ഉസ്താദോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയോ അല്ല. കാരണം പ്രതിയോഗികളെ മാന്യമായിട്ട് എന്ത് ചെയ്യണം, നേരിടുന്ന ആളാണ് അദ്ദേഹം. അതുകൊണ്ടാണ് നാട്ടിക ഉസ്താദ് തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എന്ത് പ്രതിയോഗികൾ മാന്യന്മാരാകുമ്പോൾ മാന്യമായിട്ടാണ് ഞങ്ങൾ അവരോട് പ്രതികരിക്കുക,
അപ്പം ഈ സദഖത്തുൽ ഉസ്താദും മറ്റും ഇവിടെ ഒരു രാജിവെച്ച് പുതിയ സംഘടന രൂപീകരിച്ചെങ്കിലും അദ്ദേഹത്തിനോട് മാന്യമായിട്ടായിരുന്നു പ്രതികരിച്ചിരുന്നതെന്ന് പറഞ്ഞതുപോലെ, അപ്പോൾ അദ്ദേഹം മാന്യമായിട്ടുള്ള കാര്യം യഥാർത്ഥം പോലെ പറഞ്ഞപ്പം ഇപ്പം എന്താണ് ഇനിയെന്ത് ചെയ്യണമല്ലോ, ഇനി അതിന് തെളിവ് പറയുകയാണെങ്കിൽ നൗസാദും കൂട്ടരും എന്ത് ചെയ്യും, നജീബ് മൗലവിക്ക് മറുപടി എന്നുള്ളവർക്ക് എന്താക്കണം, ഒരു പ്രമാണം കൊണ്ട് എന്ന് ഒരു മറുപടി വെക്കുന്നു വെക്കാൻ സമയമായില്ലേ. കാരണം എന്താണ്, പ്രമാണമാണ് അദ്ദേഹം പറഞ്ഞത്, 4 മദ്ഹബിൻ്റെ ഇജ്മാ ആണ് എന്ന്, എന്ത് വീണ സംഗീതം പോലത്തെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. ഇതിപ്പോൾ ഏത് ചെറിയ കുട്ടികൾക്കും ഒരു മുത്തല്ലിമിന് പോലും അറിയും. സമസ്തൻ്റെ മദ്രസ പഠിക്കുന്നത്, സമസ്താനിൻ്റെ മദ്രസയൊക്കെ പഠിക്കുന്നത് മുത്തല്ലിമിന് വരെ അറിയും. കാരണം ഇയാൾക്കും അറിയും. പക്ഷെ എന്താണെന്നറിയോ, അത് ജഹാലത്തിലായിരുന്നു. ഇപ്പം എന്താണ്, ശൈത്താൻ വേദമോദി കൊടുക്കുന്നത് വിശ്വസിക്കുന്നത് കൊണ്ട് ഇപ്പം എന്ത് ചെയ്യണം, വിശ്വാസയോഗ്യമല്ല എന്നപ്പം മനസ്സിലാണത്. ഏതായാലും ഇത്തരം ആളുകളെ ഷെറിൽ നിന്ന് അള്ളാഹ് നമ്മളെ കാക്കട്ടെ. സത്യമായി മനസ്സിലാക്കാൻ എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.